ഹലോ എവ്രിവൺ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ ഒരു ചാർട്ട് പേപ്പർ കണ്ടു. അപ്പോൾ ആ ചാർട്ട് പേപ്പർ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനത്തെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ട് നിങ്ങളിത് കാണണം. ആദ്യം തന്നെ ഞാൻ ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഒരു എസ്തെറ്റിക് ലുക്കിന് വേണ്ടിയിട്ട് ഒരു യെല്ലോ കളർ, ലൈറ്റിഷ് യെല്ലോ ഷെയ്ഡാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. യെല്ലോ ഷെയ്ഡ് എടുത്തിട്ട് നമുക്കത് ഫുൾ പേപ്പർ യെല്ലോ കളറായിട്ട് അടിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ വെറും പെയിൻറ് കൊണ്ട് ചെയ്ത് നോക്കി. പക്ഷേ പെയിൻറ് അത്രയ്ക്ക് നല്ല ഭംഗിയില്ലാത്തത് കൊണ്ടും എനിക്കത് സാറ്റിസ്ഫൈ ആവാത്തത് കൊണ്ടും ഞാൻ വീണ്ടും അത് വെള്ളത്തിൽ ഇത്തിരി മുക്കിയിട്ട് ഞാനൊന്ന് ഫുള്ളായിട്ട് പെയിൻറ് ഒന്ന് അടിച്ചു നോക്കി. അടിച്ചതിന് ശേഷം ഞാനത് മൊത്തത്തിൽ അങ്ങ് ഡ്രൈ ആക്കാൻ വെച്ചു. ഒരു 2 മിനിറ്റ് ഡ്രൈ ആക്കാൻ വെച്ചാൽ മതി, പെട്ടെന്ന് ഡ്രൈ ആവും. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അക്രിലിക് പെയിൻ്റാണ്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അക്രിലിക് മാർക്കേഴ്സാണ്. ഇന്ന് ഞാൻ കടയിൽ പോയപ്പോൾ മേടിച്ച ഒരു അക്രിലിക് മാർക്കറാണ്. ഇത് അടിപൊളി മാർക്കറാണ്. മാർക്കർ നമുക്ക് സാധാ പെയിൻറ്റിലും ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ മാർക്കർ ഒന്ന് ട്രൈ ആക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തത്. ആദ്യം തന്നെ ഞാൻ ആ ഓറഞ്ച് മാർക്കർ വെച്ചിട്ട് ഒരു സർക്കിൾ ഇട്ട് കൊടുക്കുകയാണ്. അത് സർക്കിളാണോ അല്ലേ ഓവലായി പോയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് ഓവലാണോ അല്ലേ എന്നറിയാത്തതുകൊണ്ടും സർക്കിൾ ഞാൻ വീണ്ടും വരച്ച് ഷേപ്പാക്കിയത് കൊണ്ടും അത് സർക്കിൾ ഷേപ്പിലോട്ട് കിട്ടി. സൈഡ് മാത്രം നമ്മൾ സർക്കിളിൻ്റെ കുറച്ച് വൈഡാക്കി കൊടുക്കണം. അപ്പോൾ നമുക്കൊരു റിയലിസ്റ്റിക് ലുക്ക് ഓറഞ്ചിന് കിട്ടും. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ യെല്ലോ കളറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. യെല്ലോ കളർ വീണ്ടും നമ്മൾ അതിൻ്റെ അകത്തൊന്ന് കൊടുക്കണം. കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലോട്ട് വീണ്ടും നമ്മൾ പുറത്ത് യൂസ് ചെയ്ത അതേ ഓറഞ്ച് കളർ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ട്രയാങ്കിൾസ് ഇട്ട് കൊടുത്താൽ ആ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു ഓറഞ്ച് നമുക്ക് കിട്ടും. പിന്നെ ഈ മാർക്കേഴ്സിൽ തന്നെ എനിക്ക് വൈറ്റ് കളറും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് കളർ വെച്ചിട്ട് ഞാൻ സൈഡിലൊക്കെ ഒന്ന് ലൈന് വരച്ചപ്പോൾ ഒരു റിയലിസ്റ്റിക് ഓറഞ്ചിൻ്റെ ലുക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ സൈഡിലും അവിടെ ഫ്രണ്ടിലും എല്ലാം ഞാൻ അങ്ങനെ ഓരോ ഓറഞ്ചായിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ലീഫൊക്കെ സൈഡിൽ വരച്ചു കൊടുക്കാം. എനിക്ക് ഈ വീഡിയോ എടുത്തതിന് ശേഷമാണ് ലീഫിൻ്റെ കാര്യമൊക്കെ ഓർമ്മ വന്നത്. അതുകൊണ്ട് ഞാനത് ചെയ്യാൻ നിന്നില്ല. എന്നിട്ട് ഇതിന് ശേഷം ഞാൻ ആദ്യം ഒരു കളർ എടുത്ത് ബി പോസിറ്റീവ് എന്ന് എഴുതി. പക്ഷേ എനിക്കതങ്ങനെ സാറ്റിസ്ഫൈ ആയില്ല. അതങ്ങനെ കാണുന്നുമില്ല. ആ കളർ ഒരുമാതിരി ലൈറ്റ് ഷെയ്ഡായോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ കളറിൻ്റെ മേലെ തന്നെ വേറെ ഒരു കളർ വെച്ചിട്ട് വീണ്ടും അത് ബ്രൈറ്റ് ആക്കി കൊടുത്തേ. അപ്പോൾ ആ കളർ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഓറഞ്ചിൻ്റെ മേലെയാണ് എഴുതേണ്ടത് പോസിറ്റീവ് കോട്ടായിട്ട്. പക്ഷെ ആ ഓറഞ്ചും കേടുവരുത്തണ്ടല്ലോ, കുളമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സൈഡിലൊക്കെ എഴുതി കൊടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ പറയണേ.